ലോകാവസാനം ഉടനടി തന്നെ ഉണ്ടാകുമെന്നുള്ള ഭീതി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. ഇത് കേവലം പ്രവചനങ്ങളിലൂടെയല്ല സംഭവിക്കുന്നത്. കാരണം അതിനുള്ള തുടക്കം അമേരിക്ക തന്നെ തിരികൊളുത്തിയിരിക്കുന്നു. നമുക്കറിയാം, പാശ്ചാത്യ മേഖലയിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉയർന്നു കേൾക്കുന്നു. പശ്ചിമേഷ്യയിലാകട്ടെ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. ഇറാനിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ട്രംപിൻ്റെ ഭ്രാന്തൻ നയങ്ങൾ അത് ലോകത്തെ തന്നെ മുച്ചൂടും മുടിക്കുമെന്നാണ് നിരവധി ഗവേഷകർ ഇതിനോടകം തന്നെ വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ 5 പതിറ്റാണ്ടിനിപ്പുറം അമേരിക്ക ഒരു നിഗൂഢ വിമാനം പുറത്തിറക്കിയിരിക്കുന്നു. ലോകാവസാനത്തിൻ്റെ സൂചന എന്നാണ് ആ വിമാനത്തെ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുമധ്യത്തിൽ ഇങ്ങനെ ഒരു വിമാനം പ്രത്യക്ഷപ്പെട്ടത് അപായ സൂചനയായി തന്നെയാണ് നോക്കിക്കാണുന്നത്. പലവിധ യുദ്ധങ്ങളും ഉപരോധങ്ങളും അനിശ്ചിതത്വവും ഒക്കെ തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ട്രംപ് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങളെ വേട്ടയാടുമ്പോഴും തനിക്ക് വേണ്ടി ലോകക്രമം തന്നെ മാറ്റി എഴുതാനായി ലോക പോലീസാക്കി വീണ്ടും അമേരിക്കയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് ലോകാവസാനത്തിലേക്ക് നയിക്കുമെന്ന് പറയുന്നതിൽ സംശയമില്ല. കാരണം ആരുടെയും കണ്ണിൽപ്പെടാതെ ആകാശത്ത് നിഴലായി സഞ്ചരിക്കുന്ന ഡൂംസ്ഡേ പ്ലെയിൻ എന്നറിയപ്പെടുന്ന ബോയിങ് E-4B നൈറ്റ് വാച്ച് എന്ന വിമാനം പെട്ടെന്ന് തന്നെ ഏവരുടെയും കണ്ണിലുടക്കി. എന്തിനായിരുന്നു ഈ വിമാനം എത്തിയത്? എന്താണ് ഈ വിമാനത്തിൻ്റെ ഇപ്പോഴത്തെ ദൗത്യം? ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ആരെയാണ് നോട്ടമിട്ടിരിക്കുന്നത്? ഏത് രാജ്യമാണിനി ഭസ്മമാകാൻ പോകുന്നത്? സാധാരണഗതിയിൽ ഒരു നിവൃത്തിയുമില്ലാതെ വരുമ്പോൾ 18ാം അടവെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസരങ്ങളിൽ മാത്രമാണ് പെൻറ്റഗൺ ഈ പറക്കുന്ന ചെകുത്താനെ പുറത്തിറക്കാറുള്ളൂ. അങ്ങനെയാണ് ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ വിമാനത്തെ, ഡൂംസ്ഡേ വിമാനത്തെ കണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഒരു സുരക്ഷാ നീക്കമല്ല, ഇനി വരാനിരിക്കുന്ന വലിയ ആപത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. 51 വർഷത്തിനിടയിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഈ വിമാനത്തെ ആരെങ്കിലും ഒന്ന് കണ്ടിട്ടുള്ളൂ. ശക്തമായ സൈനിക സാങ്കേതിക വിദ്യയേക്കാൾ അധികമായി ഇന്നത്തെ ലോകത്തിൻ്റെ അസ്ഥിരതയുടെ പ്രതീകം തന്നെയാണ് ഈ വിമാനം. റിപ്പോർട്ട് അനുസരിച്ച് ലോസ് ഏഞ്ചൽസിൽ ഇറങ്ങിയ ഈ വിമാനത്തിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഉണ്ടായിരുന്നുവെന്നാണ് വിവരം കിട്ടുന്നത്. പക്ഷേ വൈറ്റ് ഹൗസോ പെൻറ്റഗണോ ഇതേക്കുറിച്ചുള്ള ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. പറക്കുന്ന പെൻറ്റഗൺ എന്നാണ് പൊതുവിൽ ഈ വിമാനത്തെ പറയുന്നത്. ഈ നിശബ്ദത ലോകത്തിന് തന്നെ ആശങ്ക സമ്മാനിക്കുകയാണ്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റയെ അടിസ്ഥാനമാക്കി ചില വിദഗ്ധർ ഇതൊരു പതിവ് നീക്കമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഔദ്യോഗിക വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ഈ വിമാനം തന്നെ ഏറെ ഭീതി സൃഷ്ടിക്കുന്നതാണ്. ബോയിങ് E-4B നൈറ്റ് വാച്ച് എന്ന വിമാനം ശീതയുദ്ധകാലത്താണ് വികസിപ്പിച്ചെടുത്തത്. ഇന്ന് അമേരിക്കൻ സർക്കാരിൻ്റെ നാഷണൽ എയർബോൺ ഓപ്പറേഷൻ സെൻ്ററായി പ്രവർത്തിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി കണ്ണിൽപ്പെടുന്ന വിമാനം ഭൂമിയിലെ കമാൻഡ് കൺട്രോൾ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്ന, അതായത് വലിയ വിനാശം വരുന്ന ഘട്ടങ്ങളിൽ, ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും അമേരിക്കൻ ഭരണകൂടത്തിന് വ്യോമമേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു പാരലൽ ഓഫീസ് സംവിധാനമാണ്, പ്രതിരോധ സംവിധാനമാണ് ഇത്. ഒരു ന്യൂക്ലിയർ ആക്രമണമോ വലിയ തോതിലുള്ള ദേശീയ അടിയന്തരാവസ്ഥയോ ഒക്കെ തന്നെ ഉണ്ടായാൽ ആകാശത്ത് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സൈനിക സിവിൽ നടപടികളെ, ഭരണ നടപടികളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഇതിന് സാധിക്കും. പെൻറ്റഗണിൽ ചെയ്യുന്ന A to Z പ്രവൃത്തികൾ അത് ഈ വിമാനത്തിലൂടെ നടത്തും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ വിമാനത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്രംപ് ഈ വിമാനത്തിലേക്ക് കയറുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ എവിടെയോ എന്തോ മാരകമായൊന്ന് സംഭവിക്കാനിരിക്കുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ വിശദീകരണം അനുസരിച്ച് ഈ വിമാനത്തിന് അമേരിക്കൻ സേനകളെ നയിക്കാനും അടിയന്തര യുദ്ധ ഉത്തരവുകൾ നടപ്പിലാക്കാനും സിവിൽ അധികാരികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും കഴിയുന്ന വളരെ വിപുലമായ അത്യാധുനിക കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭീഷണികളുടെ മുഴുവൻ സ്പെക്ട്രവും സൈബർ ആക്രമണം മുതൽ ന്യൂക്ലിയർ യുദ്ധം വരെ അതിന് നേരിടാൻ കഴിയുന്ന തരത്തിലാണ് E-4B രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാ വിമാനമായി ഇതിനെ നോക്കാൻ കഴിയില്ല, ഒരു സൈനിക വിമാനമായും ഇതിനെ വിലയിരുത്താൻ കഴിയില്ല. പകരം ഇത് വൈറ്റ് ഹൗസ് ആണ്, പെൻറ്റഗണാണ് എന്ന രീതിയിലാണ് നോക്കിക്കാണേണ്ടത്. അവരുടെ പ്രതിരോധ മേഖല സാങ്കേതികമായി നോക്കിയാൽ 4 എഞ്ചിനുകളുള്ള ഈ ദീർഘദൂര വിമാനം ഏകദേശം 111 പേർക്ക് വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന ശേഷിയുള്ളവയാണ്. പടുകൂറ്റൻ വിമാനം. ഈ വിമാനത്തിനുള്ളിൽ കമാൻഡ് വർക്ക് ഏരിയ, കോൺഫറൻസ് റൂം, ബ്രീഫിംഗ് റൂം, ഓപ്പറേഷൻസ് ടീം ഏരിയ, ഉയർന്ന സുരക്ഷയുള്ള കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ,
വിശ്രമ മേഖല, അങ്ങനെ 6 പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളുണ്ട്. വൈദ്യുത കാന്തിക പൾസ് ആക്രമണങ്ങൾക്ക് വരെ താങ്ങാനുള്ള ശേഷിയുള്ള കരുത്തുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഷീൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ന്യൂക്ലിയർ തെർമൽ ഇഫക്റ്റുകളെയൊക്കെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക സംരക്ഷണ കവചവും ഈ വിമാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമാനം ഏതെങ്കിലും തരത്തിലുള്ള അപകടം നടക്കുന്ന സ്ഥലത്തുകൂടി പോയാൽ പോലും ഇതിന് ഒന്നും സംഭവിക്കില്ല എന്ന് സാരം. 1974 മുതൽ സർവീസിലുള്ള ഈ വിമാനത്തെ ഡൂംസ്ഡേ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോകാവസാന സാഹചര്യങ്ങൾ വരെ കണക്കിലെടുത്തുകൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടം ഈ വിമാനത്തെ നിർമ്മിച്ചിരിക്കുന്നത്, ഇതിനെ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതിന് പറന്നുയരാൻ സാധിക്കും. വായുവിൽ വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ കിട്ടിയാൽ ഒരാഴ്ച വരെ ആകാശത്ത് ഈ വിമാനത്തിന് പറന്നു നടക്കാൻ കഴിയും. ഇതുതന്നെയാണ് ഈ വിമാനത്തെ വേറിട്ടതാക്കി മാറ്റുന്നത്. അമേരിക്കൻ വ്യോമസേന പറയുന്നതനുസരിച്ച് പ്രസിഡന്റ്, പ്രതിരോധ സെക്രട്ടറി, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് എന്നിവർക്കുള്ള നേരിട്ടുള്ള പിന്തുണയ്ക്ക് കുറഞ്ഞത് ഒരു E-4B എങ്കിലും എല്ലായ്പ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കണം. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ബേസിൽ 24 മണിക്കൂറും കാവലോടുകൂടി ഇവ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിലാണ് ഇത് ലോസ് ഏഞ്ചൽസിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സാന്നിധ്യം ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്നു. ഇപ്പോഴും പതിവ് സുരക്ഷാ നടപടിയോ അതല്ലെങ്കിൽ മറ്റു നീക്കങ്ങളോ ആയി ഈ സമയത്ത്, ഈ സാഹചര്യത്തിൽ സമകാലീന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിലയിരുത്താൻ കഴിയുന്നില്ല. ഒരു അപകടമായി തന്നെയാണ് ഇതിനെ ഏവരും നോക്കിക്കാണുന്നത്. ഏറെ സങ്കീർണവും ഏറെ ശക്തവുമായ ഒരു പ്രതീകമാണ് ഈ വിമാനമെന്നുള്ളത് പോലും. ഇനി എന്തൊക്കെ ഭ്രാന്തൻ നീക്കങ്ങളാണ് ട്രംപ് നടത്താനിരിക്കുന്നത് എന്നുള്ള ഭയപ്പാട് കൂടി ഇതിന് പിന്നാലെ ലോകത്ത് അലയടിക്കുകയാണ്.